അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ രസകരമായ ഒരു മാങ്ങച്ചാറുമായിട്ടാണ് കേട്ടോ. നല്ല ചെനച്ച മാങ്ങച്ചാറാണ്. മൂവാണ്ട മാങ്ങ, നല്ല അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയുമാണ്. ഇത് വെച്ചിട്ട് നല്ല രുചികരമായ വളരെ ടേസ്റ്റുള്ള ഒരു അച്ചാർ, പുതിയ ഒരു ഐറ്റം അച്ചാറാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ് ഇത് കേട്ടോ. മൂവാണ്ട മാങ്ങയാണ്. ഞാൻ ഒരുപാട് അച്ചാറൊന്നും ഇടുന്നില്ല. മോൾക്ക് കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഒരു 4-5 മാങ്ങ എടുത്തുകൊണ്ട് അച്ചാറിടുകയാണ്. നല്ല ടേസ്റ്റുള്ള, അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് നമ്മൾ മാങ്ങ ആദ്യം ഞെട്ടിയൊക്കെ കളയുമ്പോൾ അതിന് കണ്ടോ പാല്, നല്ല പോലെ പാലുണ്ടാവും. അപ്പോൾ ഈ പാല് പോയി കിട്ടാനായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഈ നെട്ടി കളഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, പച്ചവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഞെട്ടിയുടെ പാല്, ഇത് അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. ചെനച്ച കളറാണെങ്കിലും നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞങ്ങളിവിടെ ചെനക്ക എന്നാണ് പറയുക കേട്ടോ. ഇത് ഒരു മീഡിയം സൈസ് നല്ല പോലെ മൂത്ത് ചെറിയ മഞ്ഞ കളർ വന്ന് പഴുപ്പാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചെനക്ക എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് എനിക്കറിയില്ല. പല നാട്ടിലും പല പേരുകളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നെട്ടി കളഞ്ഞിട്ട് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. നല്ല പോലെ ചുണയുള്ള മാങ്ങയാണ് ഈ മൂവാണ്ട മാങ്ങ. ചില മാങ്ങകൾക്ക് ചുണ കുറവായിരിക്കും, അതിൻ്റെ നെട്ടിയിൽ മാത്രമായിരിക്കും, പിന്നെ വലിയ നീണ്ടുപോയ നെട്ടിയിലായിരിക്കും. ഇത് നല്ല പോലെ ചുണയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങയാണിത്. ഈ മൂവാണ്ടൻ തന്നെ എല്ലാ മാങ്ങകളും പല രീതിയിലുള്ള മാങ്ങകളുണ്ട്. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് നല്ല പോലെ അതിൻ്റെ വെള്ളം ഒന്ന് തുടച്ച് മാറ്റണം. നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട്. നമുക്ക് അച്ചാറൊക്കെ കേട് വരാതിരിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ നല്ല പോലെ ഈ മാങ്ങകളെല്ലാം വെള്ളം തുടച്ച് കളഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മാങ്ങയും എടുത്തിട്ട് ഒറ്റ തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എല്ലാതും ഞാൻ വെള്ളമൊക്കെ തുടച്ച് ശരിക്ക് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ചെറിയ പീസുകളാക്കി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. ഇത് നമ്മൾ സുർക്കയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നീളത്തിലരിയാണ് ഒന്നും കൂടി നല്ലത്. ഞാനിപ്പോൾ ഇത് അച്ചാറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അപ്പക്കപ്പളേ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇട്ട് വെക്കേണ്ട ഒരാവശ്യമില്ല. അതിൻ്റെ എല്ലാ ചേരുവകളും അപ്പം തന്നെ അതിൽ ചേരുന്നതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി ഇതെല്ലാതും മുറിച്ച് ചെറിയതാക്കി നുറുക്കിയെടുക്കുകയാണ്. എല്ലാ മാങ്ങകളും ഞാൻ നുറുക്കി എല്ലാ ഭാഗവും പൊളിച്ച് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും അതുപോലെ കുറച്ച് വറ്റൽ മുളകും ഇട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഏകദേശം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം. ഇതൊരു 6 വറ്റൽ മുളകുണ്ട് കേട്ടോ. ഈ വറ്റൽ മുളകും ഇതിലേക്ക് ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ അച്ചാറിന്. ഇതൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് അരച്ച് എടുക്കണം കേട്ടോ. നല്ല നൈസായി അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം എല്ലാ ഭാഗവും ഒന്ന് അരഞ്ഞ് കിട്ടണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേരുവകളിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ. നമുക്ക് ആ മാങ്ങ അച്ചാറിൽ നല്ല ഗ്രേവി ഉണ്ടാവും, അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി 4 ചെറിയ പീസുകളാക്കി ഇങ്ങനെ നുറുക്കിയാണ്. ഇത് അപ്പം തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ അച്ചാർ. നമുക്ക് ചില അച്ചാറുകളൊക്കെ ഇട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഇട്ട് വെച്ചാലാണ് അതിൻ്റെ ചേരുവകളൊക്കെ അതിൽ പിടിക്കുക. ഇത് അപ്പക്കപ്പോഴേ നമുക്ക് കൂട്ടാവുന്നതാണ്. അടിപൊളി ടേസ്റ്റ് തന്നെയാക്കാൻ ഈ ഒരു അച്ചാർ മതി നമുക്ക് കഞ്ഞി, ചോറ് എല്ലാം കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഒരു കറി മാത്രം ഉണ്ടായാൽ മതി ചോറിലേക്ക്. എന്നാൽ ഈ അച്ചാറുണ്ടായാൽ നല്ലപോലെ നമുക്ക് ചോറുണ്ണാവുന്നതാണ്. ഈ രീതിയിലാണ് ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ എല്ലാ മാങ്ങയും നുറുക്കിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ എല്ലാതും നമുക്ക് പെട്ടെന്ന് അച്ചാർ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മക്കൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് പിന്നെ അവിടെയുള്ള ഫുഡ് എല്ലാം ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നല്ല ഫ്രഷ് മാങ്ങയൊക്കെ അച്ചാറിട്ട് കൊടുത്തേച്ചാൽ അവർക്ക് പറ്റാത്ത
ഫുഡിൽ പറ്റാത്ത കൂട്ടാനുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നൊന്നും ചിക്കനും ബീഫും മീനും ഒന്നും കിട്ടൂല. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അച്ചാറിടുന്നത് കേട്ടോ. എൻ്റെ മോള് കണ്ണൂർ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാറിടുന്നത്. നല്ലെണ്ണയിൽ നമ്മൾ എടുത്ത് വെക്കാനുള്ള അച്ചാറാണെങ്കിൽ, സൂക്ഷിച്ച് വെക്കാനുള്ള അച്ചാറാണെങ്കിലാണ് നല്ലെണ്ണയിൽ, എള്ളെണ്ണ എന്നൊക്കെ പറയും, അതിലിട്ട് വെക്കേണ്ടത്. ഇത് അവർക്ക് ഡെയിലി കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലിടുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, അതുപോലെ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ചേരുവകളുണ്ടല്ലോ, കുറച്ച് കറിവേപ്പിലയും കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലിട്ട്, പിന്നെ ഞാൻ ചതച്ച് വെച്ച മറ്റുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിലിട്ടിട്ട് ഈ വെളിച്ചെണ്ണയിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3 ടീസ്പൂൺ അളവിൽ അച്ചാർ പൊടിയാണ് കേട്ടോ. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും. ഇത് നല്ല പോലെ എണ്ണയിൽ അതും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നല്ല പോലെ എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. എണ്ണ കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നല്ല പോലെ എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ ഇട്ട് നല്ല പോലെ ഫ്ലെയിം ഞാൻ വളരെ സിമ്മിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓഫാക്കിയിട്ടില്ലേനും ഫുൾ ഫ്ലെയിമിലും അല്ല. ഇനി നല്ല പോലെ ഇതാ കളർ കിട്ടാൻ നമ്മൾ ആ മുളക് പൊടി ഇട്ട ഉടനെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് എണ്ണയിൽ മൂത്തിടനെ, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നല്ല പോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വിനാഗർ, സുർക്ക ഉണ്ടല്ലോ, അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് വെട്ടി തിളക്കണം. എന്ന് തിളപ്പിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ നമുക്ക് ഉലുവയും കടുകൊക്കെ പൊടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ അതും കൂടി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. സുർക്കയൊക്കെ നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് ഞാൻ ആ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തും ഇളക്കി യോജിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം തണുത്തേക്ക് തന്നെ കുപ്പിയിലാക്കരുത്. ഇന്ന് ഇതിലിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ഒരു അലുമിനിയം പാത്രത്തിലായതുകൊണ്ട് ഇത് മാറ്റട്ടോ. വേറെ നമ്മൾ പൊട്ടുന്നതോ സ്റ്റീലിൻ്റെയോ പാത്രത്തിലേക്ക് മാറ്റണം. ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഉപ്പൊക്കെ വേണമല്ലോ അച്ചാറിൽ, എന്നാലല്ലേ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അച്ചാറൊക്കെ എല്ലാ ഫുഡും എനിക്ക് ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അച്ചാറൊക്കെ ഇട്ടുമ്പോൾ നമുക്ക് വായിൽ വെള്ളം ഇങ്ങനെ പൊടിയും. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വെള്ളം പൊടിയും കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഉലുവയും കടുകും കൂടി അതിൽ വറുത്തെടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി മിക്സിയിൽ പൊടിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് പൊട്ടി വരണം കേട്ടോ. കടുക് ഉലുവി അതില്ലെങ്കിൽ കയ്പ്പ് രുചി വരും. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ നല്ലപോലെ നൈസായി പൊടിച്ചിട്ട് വേണം അത് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചില ആളുകളൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ഉച്ചവരെയുള്ള ജോലി ചെയ്യും. ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും എടുക്കൂല, മീൻ കൊണ്ടുവന്നാൽ ഉണ്ടാക്കൂല, അതുപോലെ പല ജോലികളും ഉണ്ടാക്കൂല, അതിനൊക്കെ മടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് ചെയ്യാൻ വിചാരിച്ചാൽ അത് ചെയ്തിരിക്കണം. നമുക്കതിനൊരു മടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിലും നമുക്ക് എല്ലാത്തിനും ഒരു ആനന്ദവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കടുക് ഉലുവയ്ക്ക് വറുത്തെടുത്ത് പൊടിച്ച് ഈ മാങ്ങച്ചാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഉപ്പ് വീണ്ടും കുറവാ തോന്നിയത് കൊണ്ട് ഞാൻ ഇത് കായപ്പൊടിയാണ് കേട്ടോ, സോറി, കായപ്പൊടിയാണ്. 2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് വറുത്ത് പൊടിച്ചതാണ്. നല്ല അത്യാവശ്യം കായടാണ് കേട്ടോ. നല്ലതാണ് നമ്മുടെ അച്ചാർ അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുത്തിട്ട് നമ്മളത് മൂടി ആ ചൂടൊക്കെ പോയതിന് ശേഷം ശരിക്കും മൂടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആവി ഇറങ്ങും. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കേടാവും. അപ്പോൾ മെല്ലെ ഒന്ന് ജസ്റ്റ് ഒരു മേലെ നിന്നൊന്നും ചാടാത്ത രീതിയിൽ വേണം അത് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക. എല്ലാ ഭാഗത്തും ഈ കായപ്പൊടി കുറവാ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. വറുത്ത് പൊടിച്ചതായതുകൊണ്ട് നമുക്ക് ചൂടോടെ അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നല്ല തന്നെ കായത്തിൻ്റെ രുചി ഉണ്ടാവും. ഇപ്പോൾ നല്ല ഗ്രേവി ഉണ്ട് ഇതിൽ. ഈ മാങ്ങയുടെ അടിയിൽ ഒപ്പത്തിനൊപ്പം ഗ്രേവി ഉണ്ട്. അതുപോലെ നമ്മൾ ആ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളകൊക്കെ ചതച്ചത് കൊണ്ട് നല്ല പോലെ കായണ്ടിട്ട് ഇതിനൊരു പ്രത്യേക രുചി തന്നെ കണ്ടിട്ട് അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്നതുമാണ് കേട്ടോ. അപ്പക്കപ്പോഴേ അത് കഴിക്കാവുന്നതാണ്. ഇനി ഇട്ടുങ്ങാണ്ട് ഞാൻ ഒരു ദിവസം അതിൽ വെക്കുക എന്ന് പറഞ്ഞത്, ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിലെ പുളിയും കൂടി അതിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡിയായി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തണുത്ത്
നല്ലപോലെ തണുത്ത് സെറ്റായതിന് ശേഷം നമ്മളൊരു പൊട്ടുന്നയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കുപ്പിയിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ അച്ചാർ മതി, നമുക്ക് വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കറി ഉണ്ടായാൽ തന്നെ ചോറുണ്ണാൻ അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു അച്ചാറൊക്കെ ഇട്ട് കൊടുത്താൽ അത് അധികം ഇഷ്ടമായിരിക്കും. ഇനി നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.